എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. വലിയവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന അവലുണ്ടേൻ്റെ റെസിപ്പിയാണ്. അവലും പിന്നെ നമ്മുടെ നിലക്കടലയും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും പ്രിപ്പറേഷനും ഒക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ അവലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് അവൽ, അതായത് ഒരു 300 ഗ്രാമോളം അവലുണ്ടാവും, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ കയ്യിലെടുത്തിട്ട് ഒന്ന് പൊടിക്കുന്ന രീതിക്ക് ഒന്ന് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അവൽ ഇവിടെ ഇപ്പോൾ നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കേണ്ടതാണ്. അവൽ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ ജാറിലേക്ക് തന്നെ 1 കപ്പ് നിലക്കടല വറുത്തിട്ട് തൊലിയെല്ലാം കളഞ്ഞിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് തന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ ഒരു 2 ഏലക്ക കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് വെച്ചിട്ട് ശർക്കര ഒന്ന് പാനിയാക്കി എടുക്കാം. സെയിം പാനിലേക്ക് ഞാനൊരു 1/4 കപ്പ് ശർക്കര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു കപ്പ് ചിരവിയ തേങ്ങ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ആദ്യം അവൽ അളന്നെടുത്ത അതേ പാത്രത്തിൽ തന്നെയാണ് എല്ലാ മെഷർമെൻറ്റും ചെയ്യുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ടേസ്റ്റ് ഒന്നും ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച അവലിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ആക്കുക. ഇതിലെ വെള്ളം എല്ലാം ഒന്ന് വറ്റി ഉണ്ടയാക്കാൻ പറ്റുന്ന ഒരു രീതിക്ക് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അവസാനം ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്തിട്ട് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇത് നമുക്കിനി തീ ഓഫ് ചെയ്യാവുന്നതാണ്. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ചെറുതായി ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇത് ചെറിയ ചെറിയ ഉണ്ടകളാക്കി എടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഉണ്ടയെല്ലാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാം ഇതാക്കി വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു ആൻഡ് ബൈ ബൈ.